നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സിലെ ടോപ്പിക്കില് അഡിഷൻ ആണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. 2√2 + 5√2 എങ്ങനെയായിരിക്കും മക്കൾസ് ഇത് ആഡ് ചെയ്യേണ്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൂട്ടിന്റെ അകത്ത് സെയിം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സെയിം നമ്പർ ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അതിന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇവിടുത്തെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 2ഉം 5ഉം അല്ലെ. അപ്പൊ 2 + 5 നമുക്ക് എന്താ കിട്ടുന്നത്? 7. ദെൻ നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഈ √2 എടുത്ത് അതുപോലെ ഇതിന്റെ കൂടെ എടുത്ത് എഴുതി വെച്ചാൽ മതി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇനി അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ചെയ്യാം. അപ്പൊ 6√3 + 4√3 റൂട്ടിന്റെ അകത്ത് സെയിം നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും? അതിന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ അല്ലെ. അപ്പൊ കോഎഫിഷ്യൻസ് 6ഉം 4ഉം ആണ്. സോ 6 + 4 എത്രയാണ് വരുന്നത്? 10. ദെൻ √3 അതുപോലെ എഴുതിയാൽ മതി. ഓക്കെ, മനസ്സിലായോ? നമ്മൾ റൂട്ടിന്റെ അകത്ത് സെയിം നമ്പർ വന്നാൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചു. എങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്റെ മക്കൾസ് എങ്ങനെ ചെയ്യും? √2 + 4 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും എന്റെ മക്കൾസ്? ഈ √2 + 4 തന്നെയായിരിക്കും അതിന്റെ ആൻസർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ റൂട്ടുള്ള നമ്പറും റൂട്ട് ഇല്ലാത്ത നമ്പറും കൂടി തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ √2 + 4 നമ്മൾ എടുത്ത് ആഡ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ കോപ്പി ചെയ്ത് എഴുതി വെച്ചാൽ മതി √2 + 4 എന്ന്. ക്ലിയർ? ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ. 2√5 + 4√2 ഇങ്ങനെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലോ? ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? റൂട്ടിന്റെ അകത്ത് ഡിഫറെന്റ് നമ്പേഴ്സ് ആണല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സെയിം ഇത് തന്നെ കോപ്പി ചെയ്ത് വെക്കുക. കണ്ടോ, 2√5 + 4√2. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന്? എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടുള്ള ഒരു കാര്യം, നമ്മുടെ റൂട്ടിന്റെ അകത്ത് ഇതേപോലെ സെയിം നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കോഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് എഴുതാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ മക്കൾസിന്? ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇവരെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കാം.